അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ വലാ നബിയ്യിൻ ഇല്ലാ ഇദാ തമന്നാ അൽഖശ് ശൈത്വാനു ഫീ ഉംനിയതിഹി ഫയൻസഖുല്ലാഹു മാ യുൽഖിശ് ശൈത്വാൻ ثم يحكم الله آياته والله عليم حكيم ليجعل ما يلقي الشيطان فتنة للذين في قلوبهم مرض والقاسية قلوبهم وإن الظالمين لفي شقاق بعيد وليعلم الذين أوتوا العلم أنه الحق من ربك فيؤمنوا به فتخبت له قلوبهم وإن الله لهادي الذين آمنوا إلى صراط مستقيم ولا يزال الذين كفروا في مرية منه حتى تأتيهم الساعة بغتة أو يأتيهم عذاب يوم عقيم الملك يومئذ لله يحكم بينهم فالذين آمنوا وعملوا الصالحات في جنات النعيم والذين كفروا وكذبوا بآياتنا فأولئك لهم عذاب مهين والذين هاجروا في سبيل الله ثم قتلوا أو ماتوا ليرزقنهم الله رزقا حسنا وإن الله لهو خير الرازقين ليدخلنهم مدخلا يرضونه وإن الله لعليم حليم صدق الله العلي العظيم الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരിമാരെ, പരിശുദ്ധ ഖുർആൻ നമ്മയൊക്കെ പടച്ച് പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന റബ്ബുൽ ആലമീനായ അള്ളാഹുവിൻ്റെ വചനങ്ങൾ അത് ഏറ്റവും ശരിയായ രൂപത്തിൽ ഗ്രഹിക്കുവാൻ, മനസ്സിലാക്കുവാൻ, അതിനനുസരിച്ചുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുവാനും ഈ സമൂഹത്തിൽ
ഈ ആശയങ്ങൾ പ്രചരിപ്പിക്കുവാനും പടച്ച റബ്ബ് നമ്മെല്ലാവരെയും തുണക്കുമാറാവട്ടെ. റഹ്മാനായ റബ്ബേ, നിൻ്റെ വിശുദ്ധമായ വാക്യങ്ങൾ പഠിക്കുവാനും മനസ്സിലാക്കുവാനുമൊക്കെ വേണ്ടി ഞങ്ങൾ നടത്തുന്ന ഈ പരിശ്രമത്തെ നീ സ്വീകരിക്കണമേ നാഥ, വിജയിപ്പിക്കണമേ റബ്ബേ. ഈ ഖുർആൻ പഠന പരിപാടിക്ക് വേണ്ടി പല രൂപത്തിൽ സഹകരിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തിത്വങ്ങളുണ്ട്. സാമ്പത്തികമായും ശാരീരികമായും സാങ്കേതികമായും വൈജ്ഞാനികമായും ഒക്കെ സഹകരിച്ചു കൊണ്ടിരിക്കുന്ന മുഴുവൻ സഹോദരങ്ങളുടെയും എല്ലാ ശ്രമങ്ങളെയും നീ സ്വീകരിച്ച് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണമേ നാഥ. വിശുദ്ധ ഖുർആൻ പഠിക്കുവാൻ വേണ്ടി ഇവിടെ ഒരുമിച്ച് ചേർന്നിരിക്കുന്ന ഈ സദസ്സിനെ നീ പ്രത്യേകമായി അനുഗ്രഹിക്കണമേ അല്ലാഹ്. സൂറ അൽ ഹജ്ജിലെ 51 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നത്. ഏറ്റവും അവസാനം നമ്മൾ പറഞ്ഞു വച്ചത് ധാരാളം നശിപ്പിക്കപ്പെട്ട ജനതയുടെ ഉദാഹരണം ഇവരുടെ മുന്നിലുണ്ട്. മക്കയിലെ മുശ്രിക്കുകൾ എന്താണ് ഞങ്ങളിങ്ങനെ പരസ്യമായിട്ട് അള്ളാഹുവിനെ തള്ളിപ്പറഞ്ഞിട്ടും ഞങ്ങൾ നശിപ്പിക്കപ്പെടാത്തതെന്ത് എന്ന് അഹങ്കാരത്തോടുകൂടെ ചോദിക്കാറുണ്ടായിരുന്നു. അവരോട് പറഞ്ഞു, നിങ്ങൾ തിടുക്കം കൂട്ടേണ്ടതില്ല, ധൃതി കാണിക്കരുത്. കാരണം ഒന്ന്, നിങ്ങളുടെ അടുത്തുള്ള കലണ്ടർ അനുസരിച്ചല്ല അള്ളാഹുവിൻ്റെ അടുത്ത് തീയതി മാറുന്നത്. പടച്ച റബ്ബിങ്കൽ ഒരു ദിവസം എന്ന് പറയുന്നത് നിങ്ങളുടെ 1000 വർഷത്തിന് തുല്യമാണ് എന്ന് പറഞ്ഞു. മാത്രമല്ല, ഇത് ഒരു അവധി തരലാണ്, താൽക്കാലികമായി ഒരു സാവകാശം നിങ്ങൾക്ക് നൽകുകയാണ് സത്യം കൈക്കൊണ്ട് ശരിയായ രൂപത്തിൽ പ്രവർത്തിക്കുവാൻ. ഇത് ഞങ്ങളെ ഒരിക്കലും പിടികൂടുകയില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ വഞ്ചിതരാവരുത് എന്നുള്ള താക്കീതാണ് അവർ കൊടുത്തത്. അതിനുശേഷം ഇതേ പ്രവാചകനെ നിരന്തരമായിട്ട് ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരിക്കുന്ന, പല രൂപത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രബോധന പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് മറ്റൊരു സംഗതി ഇവിടെ താക്കീത് നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രയാസപ്പെടരുത് എന്ന് പറഞ്ഞുകൊണ്ട് ആശ്വസിപ്പിക്കുകയും ചെയ്യുകയാണ് തൊട്ടടുത്ത വചനങ്ങളിൽ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂൽ വലാ നബിയ്യിൻ ഇല്ലാ ഇദാ തമന്നാ അൽഖശ് ശൈത്വാനു ഫീ ഉംനിയതിഹി ഫയൻസഖുല്ലാഹു മാ യുൽഖിശ് ശൈത്വാനു സുമ്മ യുഹ്കിമുല്ലാഹു ആയാതിഹി വല്ലാഹു അലീമുൻ ഹകീം. 52-ാമത്തെ ആയത്ത് നമ്മൾ പാരായണം ചെയ്തത്. വമാ അർസൽനാ മിൻ ഖബ്ലിക, താങ്കളുടെ മുമ്പ് നാം അയച്ചിട്ടില്ല. വമാ അർസൽനാ മിൻ ഖബ്ലിക, നാം താങ്കൾക്ക് മുമ്പ് അയച്ചിട്ടില്ല. മിർ റസൂലിൻ വല നബിയിൻ, റസൂലിനെ അല്ലെങ്കിൽ നബിയെ. റസൂൽ ദൂതനാണ്, നബി പ്രവാചകൻ എന്നാണ്. വ്യത്യാസത്തെ നമ്മൾ ചർച്ച ചെയ്യാം, നേരത്തെ പറഞ്ഞതാണ്. മിർ റസൂലിൻ വല നബിയിൻ, താങ്കൾക്ക് മുമ്പ് നാം ഒരു പ്രവാചകനെയോ അല്ലെങ്കിൽ ഒരു റസൂലിനെയോ ഒരു നബിയെയോ അയച്ചിട്ടേ ഇല്ല. ഇല്ല ഇതാ തമന്ന, ഇങ്ങനെ ആയിട്ടല്ലാതെ. അയച്ചിട്ടില്ലാതെ കുറേ ആൾക്കാർ വന്നിട്ടുണ്ട്. ഇല്ല എക്സെപ്റ്റ് പറയാണ്, അയച്ചിട്ടേ ഇല്ല ഇങ്ങനെയല്ലാതെ. എങ്ങനെയല്ലാതെ? ഇതാ തമന്ന, ഇല്ല അങ്ങനെയല്ലാതെ. ഇതാ തമന്ന, ആ പ്രവാചകൻ അല്ലെങ്കിൽ ആ റസൂൽ, ആ നബി ആഗ്രഹിച്ചാൽ എന്ന് പറയാം, അല്ലെങ്കിൽ പാരായണം ചെയ്താൽ. 2 അർത്ഥം അതിന് വരുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രസിദ്ധമായ അർത്ഥം ആഗ്രഹിച്ചാൽ, അഭിലഷിച്ചാൽ എന്നാണ്. ഇതാ തമന്ന അൽഖ ശൈത്വാൻ, അങ്ങനെ അദ്ദേഹം ആഗ്രഹിച്ചാൽ, അഭിലഷിച്ചാൽ. അൽഖ ശൈത്വാൻ, ചെകുത്താൻ ഇട്ടുകൊടുക്കും അല്ലെങ്കിൽ ദുർബോധനം ചെയ്യും. ഫി ഉംനിയതിഹി, ഉംനിയത്ത് തമന്ന ഉംനിയത്ത്, അദ്ദേഹത്തിൻ്റെ അഭിലാഷത്തിൽ, ആഗ്രഹത്തിൽ. പാരായണമാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാരായണത്തിൽ ചെകുത്താൻ തിരികെ കയറ്റും അല്ലെങ്കിൽ ഇട്ടുകൊടുക്കും. ഫയൻസഖുല്ലാഹ്,
ദുർബോധനമാണ് ഉദ്ദേശിക്കുന്നത്. അവിടെ പറയുന്നില്ല, ചെകുത്താൻ ഇട്ട് കൊടുക്കുന്നേ പറയുന്നുള്ളൂ. ചെകുത്താൻ്റെ ഒരു കൈ, ഒരു ഇടങ്കോലിടലാണ് ഉദ്ദേശിക്കുന്നത്. ഒരു കൈ ഏറ്റം അതിലുണ്ടാവും. ഫയൻസഹുല്ലാ, അപ്പോൾ അള്ളാഹു എന്ത് ചെയ്യുന്നു? നസഹ, മായ്ച്ച് കളയുകയാണ്, ദുർബലപ്പെടുത്തുകയാണ്. അപ്പോൾ ഫയൻസഹുല്ലാഹു, അള്ളാഹു മായ്ച്ച് കളയും. മാ യുൽഖി ഷെയ്ത്വാൻ, ചെകുത്താൻ ഉണ്ടാക്കിയ കുതന്ത്രങ്ങളുണ്ടല്ലോ, ചെകുത്താൻ്റെ ഈ ഇടങ്കോലിടൽ, ചെകുത്താൻ്റെ അതിൻ്റെ ഇടയിൽ കയറി ചെയ്തത്, അത് അള്ളാഹു മായ്ക്കും. എന്നിട്ടോ സുമ്മ യുഹ്കിമുല്ലാഹു ആയാത്തിഹി, എന്നിട്ട് അള്ളാഹു അവൻ്റെ ആയത്തുകളെ ഉറപ്പിക്കും. യുഹ്കിമുല്ലാ, അഹ്കമ യുഹ്കിമു, യുഹ്കിമുല്ലാഹു ആയാത്തിഹി, അള്ളാഹു അവൻ്റെ ആയത്തുകളെ ഉറപ്പിക്കും. വല്ലാഹു അലീമുൻ ഹക്കീം, അള്ളാഹു അലീമാണ്, കാര്യങ്ങളെ സംബന്ധിച്ച് കൃത്യമായിട്ട് അറിയുന്നവനാണ്. ഹക്കീമാണ്, എങ്ങനെ പറയണം എന്നതിനെ സംബന്ധിച്ച് നല്ല ധാരണയുള്ളവനാണ്, യുക്തിജ്ഞനാണ്. വല്ലാഹു അലീമുൻ ഹക്കീം. ഈ ആയത്ത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതിൽ അർത്ഥം ഇങ്ങനെയപ്പോൾ നമ്മൾ പറഞ്ഞത്. ഒന്ന്, ആശയം എന്താണെന്ന് വെച്ചാൽ, താങ്കൾക്ക് മുമ്പ് വന്ന പ്രവാചകന്മാരൊക്കെയും അവരുടെ അഭിലാഷങ്ങൾ അല്ലെങ്കിൽ അവരുടെ ആഗ്രഹങ്ങൾ എന്താ? ഒരു പ്രവാചകൻ്റെ ആഗ്രഹം എന്ന് വെച്ചാൽ സമൂഹത്തിൻ്റെ സന്മാർഗം എന്നുള്ളതാണ്. ആളുകൾ നേർവഴി പ്രാപിക്കുക എന്നതാണ് ഓരോ പ്രവാചകനും മതിയായി ആഗ്രഹിക്കുന്നത്, കൊതിക്കുന്നത്. അപ്പോൾ ഈ പ്രവാചകന്മാർ ഇങ്ങനെ കൊതിക്കുമ്പോൾ അതിന് തടയിടാൻ, അവിടെ ഇടങ്കോലിടാൻ എന്നും ചെകുത്താന്മാരുണ്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. നോക്ക്, വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ വലാ നബിയ്യിൻ ഇല്ലാ ഇദാ തമന്നാ അൽഖ ശൈത്വാനു ഫീ ഉംനിയതിഹി. പ്രവാചകനെ ആശ്വസിപ്പിച്ചുകൊണ്ടാണ് കുറച്ച് മുമ്പ് വന്നത്. താങ്കൾ പ്രയാസപ്പെടേണ്ട, ഇതിന് മുമ്പും ഉള്ള ആളുകൾ കളവാക്കപ്പെട്ടിട്ടുണ്ട് നേരത്തെ പറഞ്ഞു. അതുപോലെ പറയാണ്, ഇവിടെ ആദ്യമായിട്ടല്ല, കുറച്ച് ചെകുത്താന്മാരുണ്ട്. അത് മനുഷ്യരുടെ കൂട്ടത്തിലുണ്ടാവും, ജിന്നുകളുടെ കൂട്ടത്തിലൊക്കെ ഉണ്ട്. വിശുദ്ധ ഖുർആൻ സൂറ അൽ അൻആമിൽ അത് പറയുന്നുണ്ട്. 112, 13 ആയത്തുകളിൽ അത് പറയുന്നുണ്ട്. വകദാലിക ജഅൽനാ ലികുല്ലി നബിയ്യിൻ അദുവൻ ശയാത്വീനൽ ഇൻസി വൽ ജിന്ന് ലികുല്ലി നബിയ്യിൻ അദുവൻ ശയാത്വീനൽ ഇൻസി വൽ ജിന്നി യൂഹി ബഅ്ളുഹും ഇലാ ബഅ്ളിൻ സുഖ്റുഫൽ ഖൗലി ഗുറൂറാ വലൗ ശാഅ റബ്ബുക മാ ഫഅലൂഹു ഫദർഹും വമാ യഫ്തറൂൻ വലിതസ്ഗാ ഇലൈഹി അഫ്ഇദത്തുൽ ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറ വലിയർളൗഹു വലിയഖ്തരിഫൂ മാ ഹും മുഖ്തരിഫൂൻ. സൂറ അൽ അൻആമിലെ 112, 13 ആയത്തുകളാണ്. എന്താ പറഞ്ഞത്? അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, എല്ലാ പ്രവാചകന്മാരും കദാലിക ജഅൽനാ ലികുല്ലി നബിയ്യിൻ അദുവൻ ശയാത്വീനൽ ഇൻസി വൽ ജിന്ന്. നബിമാരുണ്ടോ അവരുടെ ശത്രുക്കളായിട്ട് ജിന്നുകളിലും മനുഷ്യരിലും പെട്ട ചെകുത്താന്മാരുമുണ്ട്. എതിരാളികളില്ലാത്ത ഈ ചെകുത്താന്മാരാൽ എതിർക്കപ്പെടാത്ത ഒരു പ്രവാചകനുണ്ടായിട്ടില്ല. ഈ ചെകുത്താൻ എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരുടെ കൂട്ടത്തിലുണ്ടാകുന്നുണ്ട്. മിനൽ ജിന്നത്തി വന്നാസ്, നമ്മൾ സൂറത്തുന്നാസിൽ പറയുന്നുണ്ട് അത് അല്ലേ. ഈ ചെകുത്താൻ്റെ ഉപദ്രവത്തിൽ എന്ന് പറയുമ്പോൾ മിനൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ് മിനൽ ജിന്നത്തി വന്നാസ് പറയുന്നുണ്ട്. മനുഷ്യരുടെ കൂട്ടത്തിലുണ്ടാവും ചെകുത്താന്മാർ. എന്താണെന്ന് വെച്ചാൽ ഇതിനെ ദുർവ്യാഖ്യാനം ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായ ഒരു നിർദ്ദേശം ആയത്തുകളിലൂടെ നൽകുമ്പോൾ അതങ്ങനെയല്ല, അത് ഇങ്ങനെയാണ്, അതിന് ദുർവ്യാഖ്യാനം ചെയ്യുക, തെറ്റായ വ്യാഖ്യാനങ്ങൾ കൊണ്ടുവരിക, അല്ലെങ്കിൽ വളച്ചൊടിക്കുക, അതല്ലെങ്കിൽ വേറെ പ്രവാചകനെ സംബന്ധിച്ച് ആരോപണങ്ങൾ ഉന്നയിക്കുക. ഈ സന്മാർഗത്തിൽ നിന്ന് ആളുകളെ തടയാൻ ഇവരുണ്ടായിക്കൊണ്ടിരിക്കും. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. എല്ലാ പ്രവാചകന്മാർക്കും ശത്രുക്കളായിട്ട് മനുഷ്യരിലും ജിന്നുകളിലും പെട്ട പിശാചുക്കൾ ഉണ്ടായിട്ടുണ്ട്. അവരെന്താ ചെയ്തിരുന്നത്? യൂഹി ബഅ്ളുഹും ഇലാ ബഅ്ലിൻ സുഖ്റുഫൽ ഖൗൽ, വഞ്ചിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള കുറേ മോഹന വാക്കുകൾ ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓതിക്കൊടുക്കുകയാണ്. അള്ളാഹു പറയാണ്, വലൗ ശാഅ റബ്ബുക മാ ഫഅലൂഹു, പടച്ചോൻ വിചാരിച്ചിരുന്നെങ്കിൽ ഇവർക്കാർക്കും അങ്ങനെ ചെയ്യാൻ പറ്റുമായിരുന്നില്ല, ഇടങ്കോലിടാനുള്ള അവസരം കൊടുക്കൂലായിരുന്നു. പക്ഷേ അള്ളാഹു കൊടുത്തിരിക്കുക. എന്തിനാ? ഫദർഹും വമാ യഫ്തറൂൻ, അവരെ വിട്ടേക്ക്, അവർ ചെയ്യട്ടെ, അവരുണ്ടാക്കി പറയട്ടെ. ഈ ദീനിനെതിരിൽ എന്തെല്ലാം പറയുന്നത് അല്ലേ, പല രൂപത്തിൽ. അക്കാലത്ത് മാത്രമല്ല, ഏത് കാലത്തും കാണാം. പ്രാകൃത ചിന്തയുടെ വക്താക്കളാണ്, മധ്യകാലത്തെ ആളുകളാണ്,
ഇതൊന്നും ഇക്കാലത്ത് നടക്കൂല, പല രൂപത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കും. അത് ഇന്ന് പറയും, അന്ന് പറയും, എക്കാലത്തും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അവർ പറയട്ടെ, എന്തിനാണെന്നറിയോ? വലിതസ്ഗാ ഇലൈഹി അഫ്ഇദത്തുൽ ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറ. ഇത് ആഖിറത്തിൽ വിശ്വാസമില്ലാത്ത, മരണാനന്തര ജീവിതത്തിൽ വിശ്വാസമില്ലാത്ത കുറേ ആളുകളുണ്ട്, അവരതുമായിട്ട് കളിച്ചോളും എന്ന് പറയാ. അതുകൊണ്ട് അള്ളാഹു അത് തടഞ്ഞിട്ടില്ല എന്നാണ് അവിടെ സൂറത്തുൽ അൻആമിൽ അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെയും അത് അള്ളാഹു സുബ്ഹാനഹു വ തആല അത് വ്യക്തമാക്കുകയാണ്. സൂറത്ത് ഹജ്ജിലെ ഈ ആയത്തിലും സമാനമായ സംഗതിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. എന്താണ്? വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ വലാ നബിയ്യിൻ ഇല്ലാ ഇദാ തമന്നാ. ഈ പ്രവാചകൻ അഭിലഷിച്ചാൽ, ആഗ്രഹിച്ചാൽ. രണ്ടർത്ഥമുണ്ട്. ആഗ്രഹിക്കുക, അഭിലഷിക്കുക എന്ന് പറഞ്ഞാൽ ആളുകളുടെ സന്മാർഗം കൊതിച്ചുകൊണ്ട് പ്രവർത്തിക്കുക. രണ്ടാമത്തത് ഓതിക്കൊടുക്കുക, അല്ലെങ്കിൽ പാരായണം ചെയ്യുക എന്നുള്ള അർത്ഥമാണ് എടുക്കുന്നതെങ്കിൽ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്താൽ ഇവരെന്താ ചെയ്യുക? അൽഖശ്ശൈത്വാനു ഫീ ഉംനിയതിഹി. ആ പാരായണത്തിൽ അവരിട്ട് കൊടുക്കും ദുർബോധനങ്ങളാണ്, പല രൂപത്തിലുള്ള ദുർവ്യാഖ്യങ്ങൾ ചെയ്യും. നമുക്കറിയാലോ, ഇന്നിപ്പോൾ ഖുർആൻ ക്ലാസ് എടുക്കുന്ന ആളുകൾ, ചില ആളുകൾ എത്തീസ്റ്റുകൾ ഖുർആൻ ക്ലാസ് എടുക്കുക. പടച്ചോൻ തന്നെ ഇല്ല, ആഖിറത്ത് തന്നെ ഇല്ല എന്നൊരു മനുഷ്യൻ വിശ്വസിക്കുന്ന ഒരാൾ പടച്ചോൻ ഇറക്കിയ ഒരു ഗ്രന്ഥത്തെ വ്യാഖ്യാനിക്കാൻ പോയാൽ എന്തുണ്ടാവും ഒരു അവസ്ഥ ആലോചിച്ചുകൾ. അവർ ഒരു ചെകുത്താൻ്റെ പണി അവരെടുക്കുന്നത്. അതിന് പറയാണ് തമന്ന അൽഖ ശൈത്വാനു ഫീ ഉംനിയതിഹി. അപ്പോൾ അള്ളാഹു എന്താ ചെയ്യാന്നറിയോ? അവരുടെ വാക്കുകളെ മായ്ച്ച് കളയും. ഫയൻസഖുല്ലാഹു മാ യുൽഖി ശൈത്വാൻ. അത് നിലനിൽക്കൂല. അവർ പറഞ്ഞോട്ടെ, വിട്ടേക്ക്, അവർ പറയട്ടെ. പക്ഷേ അള്ളാഹു ഒരു മായ്ച്ചുകൾ, നിലനിൽപ്പില്ല ആ വാക്കിന്, ആ വാദങ്ങൾക്ക് നിലനിൽപ്പില്ല. മാത്രമല്ല സുമ്മ യുഹ്കിമുല്ലാഹു ആയാതിഹി. അള്ളാഹു അവൻ്റെ ആയത്തുകളെ ദൃഢതരമാക്കും, ഉറപ്പിക്കും. വല്ലാഹു അലീമുൻ ഹക്കീം. അള്ളാഹുവിനറിയാം എന്താണ് ഇവർ പറയുന്നത്, അള്ളാഹു എന്തൊക്കെയാണ് പറയേണ്ടത് എന്നതിനെ സംബന്ധിച്ച് നല്ല ധാരണ പടച്ചറബിനുണ്ട്. അള്ളാഹു അലീമാണ്, ഹക്കീമാണ്. അലീം എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ച് ജ്ഞാനമുള്ളവനാണ്, എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും. അങ്ങനെ ജ്ഞാനം ഇവിടെ ഒരു മനുഷ്യനുമില്ല, പടച്ചറബ് മാത്രമാണ് അലീം എന്ന് പറയുന്നത്. ആരെങ്കിലുമൊക്കെ ഞാനിത് ഖുർആൻ ശരിക്കും കണ്ട് പഠിച്ച് മനസ്സിലാക്കാൻ, വ്യാഖ്യാനിക്കാൻ വിചാരിച്ച് നടക്കൂല. അങ്ങനെയില്ല. അള്ളാഹുവിനാണ് അറിവുള്ളവൻ, ഹക്കീമാണ്. പടച്ചറബ് അവതരിപ്പിച്ച ആയത്ത് അത് ശരിയല്ല എന്ന് പറയാൻ ഇവിടെ ആർക്കാ കഴിയുക? പടച്ചറബിൻ്റെ അത്ര ഹിക്മത്ത് ഉള്ള, യുക്തിജ്ഞാനമുള്ള ഒരു ശക്തിയുമില്ല. അതുകൊണ്ട് അള്ളാഹു അലീമാണ്, ഹക്കീമാണ്. അവനാണ് ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. അതിനെ ദുർവ്യാഖ്യാനം ചെയ്യുമ്പോൾ, അതിൽ ഇടങ്കോലിടുമ്പോൾ താങ്കൾ ബേജാറാവണ്ട. എല്ലാ പ്രവാചകന്മാരോടും ഇവരിങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇതാ പറഞ്ഞത്, വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ വല നബിയ്യിൻ ഇല്ലാ ഇദാ തമന്നാ അൽഖ ശൈത്വാനു ഫീ ഉംനിയതിഹി ഫയൻസഖുല്ലാഹു മാ യുൽഖി ശൈത്വാനു സുമ്മ യുഹ്കിമുല്ലാഹു ആയാതി വല്ലാഹു അലീമുൻ ഹക്കീം. ഈ ആയത്തുമായി ബന്ധപ്പെട്ട് വേറെ ചില വ്യാഖ്യാനങ്ങൾ കൊടുക്കുന്നുണ്ട് ചില ആളുകൾ. പക്ഷെ അത് നമ്മളിവിടെ പറയാതിരിക്കുന്നതായിരിക്കും നല്ലത്. അത് യഹൂദി തരത്തിൽപ്പെട്ട ഒരു വ്യാഖ്യാനമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഹി ലഭിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഖുർആൻ ഓതുമ്പോൾ ചെകുത്താൻ്റെ ചില ആയത്തുകൾ കൂടി കടന്നുവെന്ന് പറയുന്ന വൃത്തികെട്ടൊരു കഥയുണ്ട്. അത് നമുക്ക് ഉദ്ധരിക്കാതിരിക്കുകയായിരിക്കും നല്ലത് എന്ന് പറയുന്നു. അതാണ് ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്ന ചില ആളുകൾ. പക്ഷേ അതിൽ എല്ലാ അർത്ഥത്തിലും നിഷേധിക്കുന്ന ധാരാളം തെളിവുകൾ വിശുദ്ധ ഖുർആനിലുണ്ട്. കാരണം ഖുർആൻ എന്ന് പറയുന്നത് മനുഷ്യരെ വഴി കാണിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്, അള്ളാഹുവിൻ്റെ വാക്യങ്ങളാണ്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം സുരക്ഷിതമായിട്ട് പ്രവാചകൻ്റെ ഹൃദയത്തിലേക്ക് ഇറക്കി കൊടുത്തതാണ്. അതിൽ പിന്നെ വേറെ ചെകുത്താന്മാർക്ക് ഇടപെടാനുള്ള അവസരമില്ല. പിന്നെ അവർ എങ്ങനെയാണെന്ന് വെച്ചാൽ അതങ്ങനെയല്ല പറഞ്ഞ് ഇങ്ങനെയെന്നൊക്കെ വേറെ പറയാം, പുറത്തുനിന്ന് പറയാം. ഖുർആനിൽ എന്താ ഇപ്പോൾ ഇങ്ങനെ എന്തൊക്കെയാണ് ആൾക്കാർ ചോദിക്കുന്നത് അല്ലേ? നമുക്കറിയാം വിശുദ്ധ ഖുർആൻ്റെ വാക്കുകൾക്ക്, ആയത്തുകൾക്ക്, വാചകങ്ങൾക്കൊക്കെ ദുർവ്യാഖ്യാനം കൊടുക്കാൻ തീരുമാനിച്ച കുറേ ആൾക്കാരുണ്ട്. മൗലവി വേഷം ധരിക്കുന്ന ആളുകളുണ്ടാവും. സർവ്വമത സത്യവാദത്തെ പറ്റി പറയുക, എന്തായാലും മതി, നിങ്ങൾ ഹിന്ദു ആയിക്കോട്ടെ, ക്രിസ്ത്യാനി ആയിക്കോട്ടെ, ജൂതനായിക്കോട്ടെ, ഇങ്ങനെ ആയാലും നമ്മളൊക്കെ വിശ്വാസികളല്ലേ, അങ്ങനെ നോക്കിയാൽ മതി. സക്കാത്ത് എന്ന് പറഞ്ഞാൽ അങ്ങനെ കൊടുക്കേണ്ടതല്ല, ബലി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇറക്കേണ്ടതല്ല, പലതും പറയുന്നുണ്ടല്ലോ. ഇവർക്കൊക്കെ എന്താ തെളിവ് ഒരു പറയുന്നത്? ഈ പറഞ്ഞതാ പലതരത്തിൽപ്പെട്ട ദുർവ്യാഖ്യാനങ്ങൾ നൽകുകയാണ്. അതിനെ സംബന്ധിച്ച് അള്ളാഹു പറയുക അതൊക്കെ പോവും, പടച്ചറബിൻ്റെ ആയത്ത് ഇവിടെ നിലനിൽക്കും. മറ്റേത് പോകുന്നുള്ളതിന് കുറച്ചൊന്നല്ല തെളിവ്, അന്ന് മുതൽ തുടങ്ങിയില്ലേ, അതൊന്നുമില്ലല്ലോ. പടച്ചറബിൻ്റെ ആയത്ത് സുവ്യക്തമായിട്ട് ഇവിടെ നിലനിൽക്കും എന്നാണ് പറയുന്നത്. 53-ാമത്തെ ആയത്തിൽ ലിയജഅല മാ യുൽഖി ശൈത്വാനു ഫിത്നതൽ ലില്ലദീന ഫീ ഖുലൂബിഹിം മറദുൻ വൽ ഖാസിയതി ഖുലൂബുഹും വഇന്നൽ ളാലിമീന ലഫീ ശിഖാഖിൻ ബഈദ്. ലിയജഅല മാ യുൽഖി ശൈത്വാൻ. ഇങ്ങനെ എന്തിനാണ് അള്ളാഹു ഇങ്ങനെ ഒരു സംവിധാനം? ആളുകളെ വിട്ടേക്ക് എന്ന് പറഞ്ഞില്ലേ സൂറത്തുൽ അൻആമിൽ, അവരെ വിട്ടേക്ക്. അള്ളാഹു അത് തടയാൻ തീരുമാനിച്ചിട്ടില്ല, അവർ പറയട്ടെ.
എന്തിനാ അങ്ങനെ പറയുന്നത്? ഇതിലൂടെ വ്യക്തമാവും. എന്താ വ്യക്തമാവും? ഒന്ന്, ലിയജഅല മാ യുൽഖി ശൈത്വാനു ഫിത്നതൻ ലില്ലദീന ഫീ ഖുലൂബിഹിം മറദ്. ഈ ചെകുത്താൻ ഉണ്ടാക്കി കൊടുക്കുന്ന ഈ മന്ത്രങ്ങളുണ്ടല്ലോ, കുറേ ആൾക്കാർ അയാൾക്കും കിട്ടും, അവർക്ക് കിട്ടും. നോക്ക്, ലിയജഅല ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട്, ആക്കുവാൻ വേണ്ടിയിട്ട്, മാ യുൽഖി ശൈത്വാൻ ചെകുത്താൻ ഉണ്ടാക്കുന്ന ഈ ദുർബോധനം. അൽക്ക നേരത്തെ പറഞ്ഞില്ലേ, മാ യുൽഖി അതിൻ്റെ മുളരിയാണ്. മാ യുൽഖി ശൈത്വാനു ചെകുത്താൻ ഇട്ട് കൊടുക്കുന്ന ഈ ഇടങ്കോൽ അല്ലെങ്കിൽ ഈ കുതന്ത്രങ്ങൾ, അവൻ്റെ ദുർവ്യാഖ്യാനങ്ങൾ, അതിനൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് എവിടെ? ഫിത്നതൻ, ഒരു പരീക്ഷണമാക്കുക. ആർക്കെന്നറിയോ? ലില്ലദീന ഫീ ഖുലൂബിഹിം മറദുൻ വൽ ഖാസിയതി ഖുലൂബുഹും. രണ്ട് ഖുലൂബ് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ഒരു ഖുലൂബിൽ മറലുണ്ട്. മറല് എന്ന് പറഞ്ഞാൽ രോഗ, അത് നമ്മളെ പിന്നെ ഹൃദ്രോഗം എന്ന് പറഞ്ഞാൽ നമ്മളെ ബാധിക്കുന്ന അതല്ലത്, പുറത്തുള്ള ആ രോഗമല്ല, മറിച്ച് കാപട്യം, ഹൃദയത്തിൽ ബാധിക്കുന്ന രോഗമാണ് നിഫാഖ്. അങ്ങനെയുള്ള ആളുകൾക്കുണ്ടല്ലോ, ശരിക്കും ഉറക്കാത്ത ആൾക്കാർക്ക് ഇങ്ങനത്തെ കിട്ടിയാൽ മതി, ഓല അവിടെ ഉണ്ടാവും. ഹൃദയത്തിൽ നിഫാഖുള്ള ആളുകൾ, കാപട്യമുള്ള ആളുകൾ, അതുപോലെ തന്നെ മറ്റ് പലതരത്തിൽപ്പെട്ട രോഗങ്ങളുണ്ട്. മറ്റുള്ളവരോട് അസൂയ വെച്ച് വളർത്തുന്ന ആൾക്കാർ, ഒരുത്തനോട് അസൂയുണ്ട്, ഒരു പ്രവാചകനോട്, ഒരു സമുദായത്തോട് അസൂയുണ്ട്, പിന്നെ ഓല ഏറ്റെടുത്തോളും വരെ. നമ്മൾ കാണാറില്ലേ പലപ്പോഴും അങ്ങനെ ഒരു സമുദായത്തോടുള്ള അസൂയയുടെയും വിദ്വേഷത്തിൻ്റെയും വെറുപ്പിൻ്റെയും കാരണമായിട്ട് എത്തീസ്റ്റുകൾക്ക് വമ്പിച്ച പിന്തുണ കൊടുക്കുക, മുസ്ലിങ്ങളെ അധിക്ഷേപിക്കുന്നുള്ളൂ, ഞങ്ങളുണ്ട് കൂടെ എന്ന് പറയാം. ഇങ്ങനെയുള്ള ആളുകൾക്ക് ഒരു പരീക്ഷണമായിട്ട് ഫിത്നതൻ ലില്ലദീന ഫീ ഖുലൂബിഹിം മറദുൻ വൽ ഖാസിയതി ഖുലൂബുഹും. ഒന്ന്, ഫീ ഖുലൂബിഹിം മറദ് എന്നവ ഹൃദയത്തിൽ രോഗമുള്ളവന്. രണ്ട്, ഖാസിയതി ഖുലൂബുഹും. ഖാസിയ എന്ന് പറഞ്ഞാൽ കഠിനമായ, ഉറപ്പേറിയ, ഉറച്ചുപോയ, അതിനാ പറയുക. വൽ ഖാസിയതി ഖുലൂബുഹും, മൂടുറച്ചു പോയ എന്നുവെച്ചാൽ കടുത്ത അന്ധവിശ്വാസങ്ങളും അതുപോലെ തന്നെ കുഫറുമൊക്കെ മൂടുറച്ചു പോയ ആളുകളുണ്ടാവും, ഒരു നിവൃത്തിയുമില്ല, അവരോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. അങ്ങനെയുള്ള ആളുകൾക്ക് ഇതൊരു ഫിത്നയാണ്, അവരെ പരീക്ഷണത്തിലകപ്പെടുത്താനുള്ളൊരു വഴിയാണ്. ലിയജഅല മാ യുൽഖി ശൈത്വാനു ഫിത്നതൻ ലില്ലദീന ഫീ ഖുലൂബിഹിം മറദുൻ വൽ ഖാസിയതി ഖുലൂബുഹും. പ്രവാചകൻ കൊണ്ടുവരുന്ന ശുദ്ധമായ തെളിഞ്ഞ സത്യസന്ദേശത്തിനെതിരിൽ ഈ ശത്രുക്കൾ പ്രചരിപ്പിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ, ദുർവ്യാഖ്യാനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഈ കൂട്ടർക്ക് വല്ലാത്തൊരു മുതലാ. ആർക്ക്? ഹൃദയത്തിൽ രോഗമുള്ളവർക്കും അന്ധവിശ്വാസങ്ങളിൽ അതുപോലെ തന്നെ ഭൗതിക പൂജയിലൊക്കെ മൂടുറച്ചു പോയ ആൾക്കാരുണ്ട്. ഓനോട് വേറൊന്നും പറയണ്ട, ഓനക്ക് കിട്ടിയ ചാൻസാ. സക്കാത്ത് കൊടുക്കണ്ടെന്നൊരായത്ത് വ്യാഖ്യാനിച്ച് നോക്കി, 3 വക്ത് മതി നിസ്കാരം എന്ന് പറഞ്ഞു നോക്കി, എത്ര ആൾക്കാരുണ്ടോ സപ്പോർട്ട് ചെയ്യാൻ? എന്താണെന്നറിയോ? അവരുടെ താല്പര്യം അങ്ങനെയാണ്. അവർക്ക് 2 നേരം കുറഞ്ഞിട്ടില്ല അതായല്ലോ. ഭൗതികമായ താല്പര്യം ആഗ്രഹിക്കുന്ന ഒരാളോട് പലിശ ഒക്കെ അതിന് പറ്റൂല, ഇന്നത്തെ പലിശനെ പറ്റിയല്ല പറഞ്ഞത് എന്ന് പറഞ്ഞാൽ എന്തോ ഒരു സമാധാനമായിരിക്കും അവർക്ക്. ഇവർക്കൊക്കെയുള്ള ഫിത്നയാണത്. ഫിത്നതൻ ലില്ലദീന ഫീ ഖുലൂബിഹിം മറദ് വൽ ഖാസിയതി ഖുലൂബുഹും. എന്നിട്ട് പറയാണ് വ ഇന്നൽ ളാലിമീന ലഫീ ശിഖാഖിൻ ബഈദ്. ഈ അക്രമികളുണ്ടല്ലോ, വിശുദ്ധ ഖുർആനെ തടസ്സപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് പ്രവാചകൻ്റെ ഈ പ്രബോധന പ്രവർത്തനങ്ങൾ ഇടങ്കോലിടുവാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലാലിമുകൾ, ഇവർ ലഫി ഷിഖാഖിൻ ബഈദ്. ഷക്ക എന്ന് പറഞ്ഞാൽ പിളർത്തുക എന്നാണ് ശരിക്കർത്ഥം. ഷക്ക ഇൻഷഫൻ ഷക്ക അല്ലേ എന്ന് പറയാറുണ്ട്. പിളർന്നു, ആകാശം പിളർന്നതിനെ സംബന്ധിച്ച് പറയുന്നു. വൻ ഷക്ക സമാ, ഇത് സമാ ഉൻ ഷക്കത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഷിഖാഖ് പിളർപ്പാണ്. എന്നുവെച്ചാൽ വമ്പിച്ച വിരോധത്തിൽ എന്ന് പറയാം. വിരോധം ഇതിനകത്ത് അർത്ഥമുണ്ട്, എതിർപ്പ് നടത്തുന്നുണ്ട്. ലഫി ഷിഖാഖിൻ ബഈദ്, വിദൂരമായി അവർ ആ വിരോധത്തിൽ അങ്ങേയറ്റം പോയിട്ടുണ്ട്. ബഈദ്, വല്ലാതെ പോയിട്ടുണ്ട്. ഒരിക്കലും തിരിച്ചു വരാൻ പറ്റാത്ത രൂപത്തിൽ കടുത്ത വിരോധം വെച്ച് പുലർത്തുന്നവരാണ് ഈ ലാലിമുകൾ എന്ന് പറയുന്നു. വ ഇന്നൽ ളാലിമീന ലഫീ ഷിഖാഖിൻ ബഈദ് വലിയഅലമല്ലദീന ഊതുൽ ഇൽമ അന്നഹുൽ ഹഖ്ഖു മിർ റബ്ബിക് ഫയുഅ്മിനൂ ബിഹി ഫതുഖ്ബിത ലഹു ഖുലൂബുഹും വഇന്നല്ലാഹ ലഹാദില്ലദീന ആമനൂ ഇലാ സിറാത്തിൻ മുസ്തഖീം. രണ്ടാമത്തെ ഒരു ഗുണമുണ്ട്. നമുക്ക് നമ്മളിപ്പോൾ പറയുന്നത് എന്താണെന്നറിയോ? എന്താണ് ഈ ചെകുത്താന്മാർക്ക് ഇങ്ങനെ ദുർവ്യാഖ്യാനങ്ങൾ നൽകാൻ, ചമച്ച് പറയാനൊക്കെ ഉള്ള അവസരം കൊടുക്കുന്നത് എന്തിനാ? അവരെ തടഞ്ഞൂടെ എന്ന് ചോദിച്ചാൽ അല്ല, കൊടുക്കും. ഒരു കാര്യം ഇതാണ്, ഹൃദയത്തിൽ രോഗം ബാധിച്ച ആളുകൾ, കടുത്ത ഭൗതിക പൂജ, ദുനിയാവിനോട് വല്ലാതെ കെട്ടിപ്പടഞ്ഞ് കിടക്കുന്ന ആളുകൾ, അന്ധവിശ്വാസങ്ങളിലൊക്കെ മൂടുപുറച്ചു പോയ ആളുകളുണ്ടല്ലോ,
അവർക്കിതൊരു ഫിത്നയാ. 2, അവരാരാന്നറിയണമല്ലോ, അതിനു വേണ്ടി കൊടുക്കുന്ന ഫിത്നയാണത്. രണ്ടാമത്തത്, സത്യവിശ്വാസികൾ തിരിച്ചറിയണം. വലിയഅലമല്ലദീന ഊത്തുൽ ഇൽമ അന്നഹുൽ ഹഖ്ഖു മിർ റബ്ബിക. വിജ്ഞാനം നൽകപ്പെട്ടവർ, അല്ലദീന ഊത്തുൽ ഇൽമ, വിജ്ഞാനം നൽകപ്പെട്ടവർ അറിയാൻ വേണ്ടിയിട്ട് അവർക്ക് ശരിക്കൊരു ഇൽമ് കിട്ടുക. ഇങ്ങനെ വിമർശനം വരുമ്പോൾ എന്താ ഇൽമ് എന്നറിയോ? അന്നഹുൽ ഹഖ്ഖു മിർ റബ്ബിക്. നോക്കുക, ശരിയാ, സത്യമാ, റബ്ബിങ്കൽ നിന്ന് കിട്ടിയതാണ് സത്യം. വിമർശനം വരുന്നതിന് ചെവിക്ക് ഉറപ്പിച്ചിങ്ങനെ ഇത് ഉറക്കൂ. എന്താണ്? സത്യത്തെ വിമർശിക്കുവാൻ വേണ്ടിയിട്ട്, വിശുദ്ധ ഖുർആനെ എതിർക്കുവാൻ വേണ്ടി നിരന്തരമായി ശത്രുക്കളുടെ ഭാഗത്തുനിന്ന് പ്രചരണം നടക്കുമ്പോൾ സത്യവിശ്വാസികളുടെ വിശ്വാസം വർദ്ധിക്കുക ചെയ്യുന്നത്. അതാണ് വലിയഅലമല്ലദീന ഊത്തുൽ ഇൽമ, ജ്ഞാനം നൽകപ്പെട്ടവർക്ക് അറിയാൻ കഴിയുന്നു. അന്നഹുൽ ഹഖ്ഖു മിർ റബ്ബിക, ഇത് താങ്കളുടെ റബ്ബിങ്കിൽ നിന്നുള്ള ഹക്ക് തന്നെയാണ്. ഹക്കായതുകൊണ്ട് അങ്ങനെ എതിർക്കേണ്ടി വരുന്നത്. അതാണ്. മിഥ്യയാണ്, ഒരു പ്രശ്നവുമില്ല. ബാത്തിലാണെങ്കിൽ ഇതൊക്കെ തകർന്നു പോയിട്ടുണ്ടാവും. ഹക്കായതുകൊണ്ട് ഇത് കാലാകാലവും നിലനിൽക്കും. ഇത് ഇവർക്ക് ബോധ്യപ്പെടും സത്യവിശ്വാസികൾക്ക്. എന്നിട്ടോ ഫയുമിനു, അങ്ങനെ അവർക്ക് വിശ്വസിക്കാനും കഴിയും. ബിഹി ഫയുമിനു ബിഹി, അവർ അതിൽ വിശ്വസിക്കുകയും ചെയ്യുന്നു. ഫതുഖ്ബിത ലഹു ഖുലൂബുഹും. അഖ്ബത യുഖ്ബിതു എന്ന് പറഞ്ഞാൽ വിനീതരാവുക. അഹങ്കാരം വെടിഞ്ഞിട്ട് നേരത്തെ നമ്മൾ മുഖ്ബിത്തി എന്ന് വന്നിട്ടുണ്ട് അല്ലേ, വിനയാന്വിതരാവുക. ഫതുഖ്ബിത ലഹു ഖുലൂബുഹും. അങ്ങനെ ഈ ആയത്തുകൾക്ക്, ഈ സന്ദേശത്തിന് അവരുടെ ഹൃദയങ്ങൾ വിനീതരായി കൊടുക്കുന്നു, വിനയാന്വിതരായിത്തീരുന്നു. അതൊക്കെ കേട്ട് മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കുവാൻ ഈ വിശ്വാസികൾ സന്നദ്ധരാകുന്നു. വ ഇന്നല്ലാഹ്, നിശ്ചയമായും അല്ലാഹു ലഹാദില്ലദീന ആമനു. ഹാദ്, ഹദാ, യഹ്ദി, ഹാദിൻ എന്ന് പറഞ്ഞാൽ വഴി കാണിക്കുന്നവനാണ്. അല്ലാഹു വഴി കാണിച്ചു കൊടുക്കും. ആർക്ക്? വിശ്വാസികൾക്ക്. ഇല സിറാത്തിൻ മുസ്തഖീം, ശരിയായ പാത ഇതാണ് എന്ന് പടച്ചോൻ അവരെ വഴി നടത്തും. ബേജാറാവണ്ട, തെറ്റൂല. എന്തുണ്ടാവണം? വിശ്വാസം ഉണ്ടാവണം. പകുതി ഭൗതിക താല്പര്യം വെച്ചുകൊണ്ട് നടക്കുന്ന ആൾക്കാർക്ക് വേഗം പോവും. റസൂലിനെതിരിൽ വരെ പറഞ്ഞാളൂ. ചിലപ്പോൾ ചില ആളുകൾ പറയും ഹദീസൊന്നും സ്വീകരിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞാളൂ. വിശുദ്ധ ഖുർആൻ കൊണ്ടുവന്ന ആരാ? പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ പ്രവാചകൻ്റെ ജീവിതമാണ് ഖുർആൻ്റെ വിശദീകരണം, അദ്ദേഹത്തിൻ്റെ ജീവിതം എന്ന് പറയുന്നത്. ഇവർ പറയുക ഖുർആൻ മതി, റസൂൽ വേണ്ട. അതിനൊക്കെ അവർ ഈ പറഞ്ഞതൊക്കെ വിഭാഗമുണ്ട്, ഈ ആളുകളൊക്കെ ഉണ്ട്. എന്നാൽ ഇതൊക്കെ ആർക്കും ആവശ്യം എന്നറിയോ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഭൗതികമായ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ചില സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, ഹൃദയത്തിൽ പലജാതി കുടിലതയും അതുപോലെ തന്നെ നിഫാക്കുമൊക്കെ കടന്നുകൂടിയ ആളുകൾക്കത് താല്പര്യമാണ്. അല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ എതിർപ്പ് എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ച് വിശ്വാസം വർദ്ധിച്ചുകൊണ്ടിരിക്കും. എന്ന് മാത്രമല്ല, ആ സത്യവിശ്വാസികളുടെ ഹൃദയം ഇത് സ്വീകരിക്കുവാൻ വിനയാന്വിതരായിക്കൊണ്ടിരിക്കും. വ ഇന്നല്ലാഹ ലഹാദില്ലദീന ആമനു ഇല സിറാത്തിൻ മുസ്തഖീം. ഇങ്ങനെയുള്ള അങ്കലാപ്പ് സൃഷ്ടിക്കുമ്പോൾ സത്യവിശ്വാസികൾ പിഴച്ചു പോവില്ല, അള്ളാഹു അവരെ വഴി നടത്തും. നോക്കുക, ലഹാദില്ലദീന ആമനു, സത്യവിശ്വാസികളെ വഴി നടത്തും. ഇല സിറാത്തിൻ മുസ്തഖീം, ശരിയായ വഴിയിലും പിഴച്ചു പോവില്ല. പടച്ചറബ് നേർവഴിക്ക് നമ്മളൊക്കെ നയിച്ച് മുന്നോട്ട് കൊണ്ടുപോവാറുണ്ട്. വല യസാലുല്ലദീന കഫറൂ ഫീ മിർയത്തിൻ മിൻഹു ഹത്താ തഅതിയഹുമുസ് സാഅതു ബഗ്തതൻ ഔ യഅതിയഹും അദാബു യൗമിൻ അഖീം. ഇവരുടെ സംശയം തീരുമോ? നോക്കുകയാണ് പറയുന്നത് ഖുർആൻ. വലാ യസാലുല്ലദീന കഫറൂ, ഈ നിഷേധികൾ ആയിക്കൊണ്ടേയിരിക്കും. ലായസാലു, ആയിക്കൊണ്ടേയിരിക്കുക. വലാ യസാലുല്ലദീന കഫറൂ, ഈ സത്യനിഷേധികൾ തുടർന്നുകൊണ്ടിരിക്കും. എന്തിൽ? ഫി മിരിയ. മിരിയത്ത് എന്ന് പറഞ്ഞാൽ സംശയമാണ്, ഡൗട്ട്, എന്നും സംശയം, എന്നും പല. അതങ്ങനല്ലേ, ഇതിങ്ങനല്ലേ, ശരി പറഞ്ഞ അങ്ങനല്ലല്ലോ, ഇതുവരെ പറഞ്ഞൊക്കെ തെറ്റാണല്ലോ. ഇതുവരെ വിശുദ്ധ ഖുർആന് വ്യാഖ്യാനം ചമച്ച സകല മുഫസ്സിറുകളും തിരുത്തി അവർ. അതങ്ങനല്ല, അപ്പറഞ്ഞൊക്കെ തെറ്റാ എന്നിട്ട് പറഞ്ഞിട്ട് ഇതാണ് വേണ്ടത് എന്ന് പറയാം. ഇവരുടെ സംശയം തീരുകയില്ല. വല യസാലുല്ലദീന കഫറൂ ഫി മിർയത്തിൻ മിൻഹു, പടച്ചറബിൻ്റെ മിൻഹു എന്ന് പറഞ്ഞാൽ മിനദ്ദീൻ എന്ന് പറയാൻ വേണമെങ്കിൽ സത്യദീനിനെ സംബന്ധിച്ചുള്ള ഇവരുടെ സംശയം തീരുകയില്ല. അവർ സംശയത്തിലായിക്കൊണ്ടേയിരിക്കും. ഏതുവരെ എന്നറിയോ? ഹത്താ തഅതിയഹുമുസ് സാഅ, അന്ത്യനാൾ വരെ. സാഅത്ത് വരണം. എങ്ങനെ വരിക? ബഗ്തതൻ, പെട്ടെന്ന്, നനച്ചിരിക്കാതെ, പൊടുന്നനെ.
അന്ത്യനാൾ വന്നെത്തുവോളം ഇവർ ഈ സംശയത്തിൽ തുടരുക തന്നെ ചെയ്യും. ഔ അതല്ലെങ്കിൽ അന്ത്യനാളല്ലെങ്കിൽ യഅ്തിയഹും അദാബു യൗമിൻ അഖീം, അല്ലെങ്കിൽ അവർക്ക് വന്നെത്തുന്നത് വരെ എന്ത്? അദാബ്, ശിക്ഷ. യൗമിൻ അഖീം, അഖീം എന്ന് പറഞ്ഞാൽ വന്ധ്യമായ എന്നാ പറയുക, ബാരൻ, വന്ധ്യത, പ്രസവിക്കാത്ത ഇതിന് പറയും വന്ധ്യത ബാധിക്കുക എന്ന് പറയും. അതുപോലെ യൗമുൻ അഖീം, വന്ധ്യമായ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഒരു പകൽ എന്ന് പറയാം, രാത്രി പ്രതീക്ഷിക്കാത്ത പകൽ എന്നർത്ഥം. സാധാരണ പകൽ കഴിഞ്ഞാൽ രാത്രി ഉണ്ടാവും, പക്ഷേ ഒരു രാത്രി പ്രതീക്ഷിക്കാനില്ലാത്ത പകൽ എന്ന് പറഞ്ഞാൽ ഇവർ സകലം നശിച്ചൊടുങ്ങുന്ന പകൽ എന്നർത്ഥം. പൂർണ്ണമായിട്ട് നശിപ്പിക്കപ്പെടുന്ന ഒരു ദുർദിനം അല്ലെങ്കിൽ ദുഷിച്ച ദിനം എന്നൊക്കെ ഇതിന് അർത്ഥം കൊടുക്കാം. യൗമിൻ അഖീം, അങ്ങനെയുള്ള ഒരു ദിവസത്തിൽ ഇവരെ പിടികൂടാനുള്ള ശിക്ഷ വരുന്നത് വരെ ഇവർ ഈ സംശയത്തിലുണ്ടാവും. എന്താ പറഞ്ഞു നോക്ക്, സത്യനിഷേധികളുടെ സംശയം തീരൂല. അത് അന്ത്യനാൾ പെട്ടെന്ന് അവരെ അന്ത്യനാൾ പിടികൂടുന്നത് വരെ ഉണ്ടാവും. അതല്ലെങ്കിൽ ഈ ദുനിയാവിൽ തന്നെ അവരെ ഒരു ദിവസം ശിക്ഷ പിടികൂടുന്നത് വരെ അവരുടെ ഈ ഒരു അവസ്ഥ തുടരും, ഈ സംശയം തുടരുന്ന. വലാ യസാലുല്ലദീന കഫറു ഫീ മിരിയത്തിൻ മിൻഹു ഹത്താ തഅതിയഹുമുസ് സാഅതു ബഗ്തതൻ ഔ യഅതിയഹും അദാബു യൗമിൻ അഖീം. നമ്മൾ വിചാരിക്കും ഇതൊക്കെ ശരിക്ക് പറഞ്ഞിട്ട് ഇവരെന്താ മാറാത്തതെന്ന്. മാറൂല. സത്യം വളരെ കൃത്യമായിട്ട് പണ്ഡിതന്മാർ എല്ലാവരും ചേർന്നുകൊണ്ട് വൃത്തിയിൽ വിശദീകരിച്ചു കൊടുത്താലും ഇവരുടേത് തീരൂല. അതാ പറയുന്നത്. വല യസാലുല്ലദീന കഫറു ഫി മിരിയത്തിൻ മിൻഹു. ഇതൊക്കെ പറയുമ്പോൾ മക്കയിൽ അവിടെ കുറേ മുശ്രിക്കുകൾ ഉണ്ട് കേട്ടോ, അത് വെച്ചിട്ടാണ് പറയും. പക്ഷേ നമ്മൾ ഇവിടെ ഇപ്പോൾ പറയുമ്പോൾ നമുക്ക് തോന്നുക നമ്മൾ കുറച്ച് കാണുന്ന കുറേ ആൾക്കാരുണ്ട് യൂട്യൂബിലായിട്ടും ഓൺലൈനിലായിട്ട് പല ജാതി മീഡിയകളിൽ, പ്രിൻ്റ് വിഷ്വൽ മീഡിയയിലൊക്കെ നിരന്തരം വരുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ, അവരൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. ഇവരുടെ ഒന്നും ഈ കാര്യം തീരുകയില്ല, ഈ തർക്കം തീരൂല. അവർ അന്ത്യനാൾ വന്നെത്തുവോളം എന്ന് പറഞ്ഞു. പിന്നെ അല്ലാഹു പറയണം, അൽ മുൽക്കു യൗമ ഇദിൽ ലില്ലാഹ് യഹ്കുമു ബൈനഹും ഫല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാതി ഫീ ജന്നാത്തിൻ നഈം. ഒരു താക്കീത് പോലെ പറയാം, അൽ മുൽക്കു യൗമ ഇദിൽ ലില്ലാഹ്. അൽ മുൽക്ക് എന്ന് പറഞ്ഞാൽ സകല ആധിപത്യമാണ്, അധികാരാധിപത്യങ്ങളെല്ലാം, അതെല്ലാം യൗമ ഇതിൻ ഇന്നേ ദിവസം, അന്നേ ദിവസം, ലില്ലാഹ് അള്ളാഹുവിന് മാത്രമാണ്. നമ്മൾ പറയാറില്ലേ മാലികി യൗമിദ്ദീൻ, പ്രതിഫല നാളിൻ്റെ ഉടമസ്ഥൻ. അന്ന് വേറൊരാൾക്കും ഒരു ഉടമസ്ഥതയില്ല, ഒരു കഴിവുമില്ല, ഒരു അധികാരവുമില്ല, ഒന്നും ചെയ്യാൻ കഴിയില്ല. അതുപോലെ പറയാണ് അൽ മുൽക്കു യൗമ ഇതിൽ ലില്ലാഹ്, അന്നാളിൽ സകല ആധിപത്യവും അള്ളാഹുവിന് മാത്രമാണ്. യഹ്കുമു ബൈനഹും, അവൻ അവർക്കിടയിൽ തീരുമാനം കൽപ്പിക്കും, വിധി തീർപ്പ് കൽപ്പിക്കും. യഹ്കുമു ഹകമ യഹ്കുമു ബൈനഹും ഫല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത് ഫീ ജന്നാത്തിൻ നഈം. അങ്ങനെ തീർപ്പ് കൽപ്പിക്കുന്ന നാളിൽ ഫല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത്, ഇവിടെ വിശ്വാസം കൈക്കൊണ്ടുകൊണ്ട്, കണ്ടോ, വിശ്വാസം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈമാൻ എന്ന് പറഞ്ഞത്, ഈമാനിൻ്റെ പേരിലാണ് നമ്മൾ പരലോകത്തിൽ വിശ്വസിക്കുന്നത്. നമ്മളീ പറഞ്ഞ മലക്കുകൾ, ചില ആളുകൾ പല ജാതി ചർച്ചകളാണ്, ചിലതൊക്കെ എടുത്തു നോക്കിയാൽ ഖബറിൽ ശിക്ഷ ഉണ്ടാവുമോ ഇല്ലേ, ഭയങ്കര ചർച്ചയാണ്. ശിക്ഷ ഉണ്ടാവും എന്ന് തന്നെ വിശ്വസിക്കാം. ഇല്ല എന്ന് പറയുന്നവൻ എന്താ ചെയ്യുക? ശിക്ഷ ഇല്ലാന്ന് വിചാരിച്ച് വേണ്ട തോന്നിയാസം ചെയ്യുകയാണോ വേണ്ടത്? ശിക്ഷ ഉണ്ടാവും, അതുകൊണ്ട് വൃത്തികേട് ചെയ്യാൻ ഞാനില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയല്ലേ. ശിക്ഷ ഉണ്ടാവും എന്ന് വിശ്വസിക്കാൻ ചെയ്യാം. തർക്കിക്കുക, വെറുതെ തർക്കിക്കുക. നിരവധിയായ വിഷയങ്ങൾ എടുത്തിട്ട് ഒരു കാര്യവും ഇല്ലാത്ത പ്രയോജനരഹിതമായ കാര്യങ്ങൾ തർക്കിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ തർക്കിക്കാത്ത എന്താ അറിയോ? വിശ്വാസമുള്ളതുകൊണ്ടാ. എന്താ വിശ്വാസം? നമ്മൾ കാണാത്ത പലതും ഗൈബിലുള്ള വിശ്വാസം അതിന് ചുരുക്കി നമ്മൾ പറയുക അല്ലേ. അദൃശ്യ കാര്യങ്ങളിലുള്ള വിശ്വാസം, അതിൽ മലക്കുണ്ട്. മറ്റേ വെറും ഭൗതിക ദൃഷ്ടിയിൽ കാണുന്നത് എന്ത് മലക്കെന്ന് ചോദിക്കും, എന്ത് ജിന്നടോ, അതൊന്നുമില്ല, അതൊക്കെ ആദിവാസികളെ പറ്റിയാന്ന് പറയും. ഇങ്ങനെ പലതും ഉണ്ടാവും. യുഅ്മിനൂൻ, അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ആളുകൾ, പരലോകത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ, ഗൈബിയായ കാര്യങ്ങൾ വിശ്വസിക്കുന്നവർ, അവർക്ക് വല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത്, തുടർന്ന് സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുക. വിശ്വാസം ഉണ്ടെങ്കിൽ തുടർന്ന് വരുന്നൊരു സംഗതിയാണ് നല്ല കർമ്മങ്ങൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കും. പടച്ചറബിനെ ഭയപ്പെട്ടുകൊണ്ട്, പടച്ചറബിനെ സ്നേഹിച്ചുകൊണ്ട്, അള്ളാഹുവിലുള്ള പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട്, നരകാഗ്നിയിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കും. ഫി ജന്നാത്തിൻ നഈം, അവരെവിടെയാണെന്നറിയോ? ഫല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത്
ഫി ജന്നാത്തിൻ നഈം, അനുഗ്രഹീതമായ സ്വർഗീയ ആരാമങ്ങളിലാണവർ. ഫി ജന്നാത്തിൻ നഈം. വല്ലദീന കഫറൂ വകദ്ദബൂ ബിആയാതിനാ ഫഉലൈക ലഹും അദാബും മുഹീൻ. എന്നാൽ വല്ലദീന കഫറു, നിഷേധിച്ചവർ. ആമനു പറഞ്ഞിട്ട് പറയാണ് കഫറു, നിഷേധിച്ചവർ. അവരോ വകദ്ദബൂ ബിആയാതിന, ആയത്തുകളെ മുഴുവൻ തള്ളിക്കളഞ്ഞവർ. പടച്ചോൻ കാക്കട്ടെ, പുതിയ കാലത്ത് വ്യാപകമായിട്ട് നടക്കുന്നുണ്ട്. ആയത്തിൻ്റെ ആൾക്കാരാണ് ഞങ്ങൾ, ഖുർആൻ്റെ ആൾക്കാരാന്ന് പറഞ്ഞിട്ട് വരുന്ന ആൾക്കാരുണ്ട്. വല്ലദീന കദ്ദബൂ ബി, അങ്ങനെ വല്ലദീന കഫറു വകദ്ദബൂ ബിആയാതിന, നിഷേധിക്കുകയും സത്യത്തെ നിഷേധിക്കുകയും നമ്മുടെ ആയത്തുകളെ കളവാക്കുകയും ചെയ്തവർ. ഫഉലൈക ലഹും അദാബും മുഹീൻ, അവർക്കുള്ളത് അദാബും മുഹീൻ. മുഹീൻ, അഹാന എന്ന് പറഞ്ഞാൽ നിന്ദിക്കുകയാണ്, അങ്ങേറ്റം അപമാനിക്കുന്ന ശിക്ഷയാണ് അവർക്ക് ഉണ്ടാവുക. ഇവിടെ മാന്യന്മാരായി ചമയും. ഒരുപക്ഷെ ലോകത്ത് ബഹുഭൂരിഭാഗം ആളുകളുടെയൊക്കെ പ്രശംസ അവർ പിടിച്ചു പറ്റും. പല അവാർഡുകളും ഒരുപക്ഷെ അവരെ തേടിയെത്താൻ സാധ്യതയുണ്ട്. കാരണം അങ്ങനത്തെ വാദങ്ങളാണ് അവർ വെക്കുക. എല്ലാവർക്കും സ്വീകാര്യമായ രൂപത്തിലേക്ക് പറയുക. ഇസ്ലാമിൻ്റെ കൃത്യമായ നിലപാട് ഇന്നതാണെന്ന് പറയാൻ മടിക്കുന്ന ചില ആളുകളായിരിക്കും, ദുർവ്യാഖ്യാനിക്കുന്ന ആളുകളായിരിക്കും. അവർക്ക് ഇവിടെ വലിയ സ്ഥാനമാനങ്ങളാണെങ്കിൽ പടച്ചറബ് പറയാണ് വല്ലദീന കഫറൂ വകദ്ദബൂ ബിആയാതിനാ ഫഉലൈക ലഹും അദാബും മുഹീൻ. നിന്ദ്യമായ അപമാനകരമായ ശിക്ഷയാണ് അവർക്കുള്ളത്. വല്ലദീന ഹാജറൂ ഫീ സബീലില്ലാഹ് സുമ്മ ഖുതിലൂ ഔ മാതൂ ലയർസുഖന്നഹുമുല്ലാഹു റിസ്ഖൻ ഹസനാ വഇന്നല്ലാഹ ലഹുവ ഖൈറുർ റാസിഖീൻ. വല്ലദീന ഹാജറൂ ഫീ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഹിജറ ചെയ്ത ആളുകൾ. നമ്മളിപ്പോൾ ഹിജറയുടെ ഒരു സന്ദർഭത്തിലാണ് അല്ലേ? തൊട്ട് മുന്നേ ഈ ആയത്തുകൾ അവതരിക്കുന്നതും ഒരു ഹിജറയുടെ പശ്ചാത്തലത്തിലാണ്, അവസാന ഘട്ടത്തിലാണ്. ഹിജറ കഴിഞ്ഞ ഉടനെ അവതരിച്ചതിലുണ്ട്, അതിന് തൊട്ട് മുമ്പ് അവതരിച്ചതുണ്ട്. എന്താ ഹിജറ? തങ്ങളുടെ ആദർശം മക്കയിൽ ഇനി അവിടെ ഒരു നിലക്കും മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവർ സമ്മതിക്കൂല. വിശ്വാസേ ഒരാൾക്കും ഉപദ്രവമൊന്നുമില്ല. സ്വന്തം ആദർശ വിശ്വാസം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അന്തസ്സോടുകൂടെ ജീവിക്കാൻ മക്കയിൽ ഇവരെ സമ്മതിക്കൂല എന്നവർ തീരുമാനിച്ചിട്ടുണ്ട്, ശത്രുക്കൾ, മുശ്രിക്കുകൾ. അങ്ങനെ അവരവിടുന്ന് പോവുകയാണ്. ഓടിപ്പോകുന്നല്ല, ഈ പരിപാടി ഞങ്ങൾ അവസാനിപ്പിച്ചതാണ് പേടിച്ചോടുകയല്ല, മറിച്ച് തങ്ങളുടെ അന്തസ്സോടുകൂടെ ഈ ആദർശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കരുത്തോടുകൂടെ ജീവിക്കുവാനുള്ള ഒരു ഇടം തേടിക്കൊണ്ടാണ് പോകുന്നത്. അല്ലാതെ പേടിച്ചോടി മറ്റൊരിടത്ത് പോയി വല്ല നിൽക്കുക എന്നും വിചാരിക്കുന്നില്ല. ഭൗതിക നേട്ടമേ അല്ല, അവർ ആദർശം വിചാരിച്ചിട്ടാണ് പോകുന്നത്. അതാണ് മുഹാജിർ. വെടിഞ്ഞു പോവുകയാണ്. എന്താ അവരെ ഒഴിവാക്കുന്നറിയോ? ഒന്ന് ആലോചിച്ച് നോക്കുകൾ. നമ്മളൊക്കെ പല സ്ഥലത്തേക്കും ജോലി തേടി പോവാറുണ്ട്. നമ്മുടെ ഉദ്ദേശം എന്താ? ജോലി കിട്ടുക, കൂടുതൽ മെച്ചപ്പെട്ട വരുമാനം അല്ലെങ്കിൽ ഭൗതികമായ നേട്ടങ്ങൾ ഉണ്ടാവുക എന്നുള്ളതല്ലേ. അതിനുവേണ്ടി ഭാര്യയെ മക്കളെയൊക്കെ ഇവിടെ വിട്ടിട്ട്, കുടുംബത്തെ എമ്മനെയും ബാപ്പയൊക്കെ വിട്ടിട്ട് വർഷങ്ങളോട് അവിടെ പോയി താമസിക്കും. ഇതാ പോക്കല്ല. ഇത് ചിലപ്പോൾ കുടുംബത്തെ എല്ലാവരും ഒഴിവാക്കി പോകും. എന്തിനാണെന്നറിയോ? ജോലി ഉള്ളത് മുഴുവൻ ഉപേക്ഷിച്ചിട്ട് പോവുക. പോകുന്ന സ്ഥലത്ത് ജോലി ഉണ്ടോ വേറെ ഉണ്ടോ എന്നല്ല അവരുടെ പ്രശ്നമേ അല്ല. അവിടെ എന്താവുന്നൊന്നും അറിയില്ല. ഞങ്ങളുടെ ആദർശം, ഈ സത്യവിശ്വാസം അനുസരിച്ച് ജീവിക്കുവാനുള്ള ഒരു സ്വതന്ത്രമായ അന്തരീക്ഷം ഞങ്ങൾക്ക് വേണം. ആ അന്തരീക്ഷം തേടിയുള്ള യാത്രയാണത് മുഹാജിർ. പറയുകയാണ് ഖുർആൻ, വല്ലദീന ഹാജറൂ ഫീ സബീലില്ലാഹ്, ദൈവമാർഗത്തിൽ ഹിജറ ചെയ്തവർ, പടച്ചറബിൻ്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട്, അള്ളാഹുവിൻ്റെ വജുഹ് ഉദ്ദേശിച്ചുകൊണ്ട് ഹിജറ ചെയ്തവർ. സുമ്മ ഖുതിലൂ, അങ്ങനെ ഹിജറ ചെയ്തപ്പോൾ പോകുന്ന സമയത്ത് തന്നെ ചിലപ്പോൾ ചില ആളുകളെ പിടിച്ചു കൊന്നിട്ടുണ്ട്. അവർ മദീനയിലേക്ക് എത്തിയിട്ടില്ല, അതിന് മുമ്പ് തന്നെ കഥ കഴിച്ചിട്ടുണ്ട്. തിരിച്ചു കൊണ്ടുവന്ന് പീഡിപ്പിച്ച് വധിച്ച് കളഞ്ഞിട്ടുണ്ട്. സുമ്മ ഖുതിലൂ, വധിക്കപ്പെട്ടവർ. ഔ അല്ലെങ്കിൽ മാത്തു, മരണം വരിച്ചവർ. ഹിജറ ചെയ്യുന്നു, അള്ളാഹുവിൻ്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് സ്വദേശം എല്ലാം ഒഴിവാക്കിയിട്ട് പടച്ചറബിൻ്റെ പ്രീതി ഉദ്ദേശിച്ച് തങ്ങളുടെ ആദർശ സംരക്ഷണത്തിന് വേണ്ടി നാടും വീടുമൊക്കെ ഒഴിവാക്കി പോയ ആളുകൾ, എന്നിട്ട് കൊല്ലപ്പെടുകയോ മരണം വരിക്കുകയോ ചെയ്ത ആളുകൾ. ലയർസുഖന്നകുമുല്ലാഹ്
ലയർസുഖന്നഹുമുല്ലാഹു റിസ്ഖൻ ഹസനാ. അള്ളാഹു അവർക്ക് റിസ്ക് നൽകും, വിഭവങ്ങൾ നൽകുകയാണ്, ഉപജീവനം നൽകുകയാണ്. റിസ്ഖൻ ഹസന, ഏറ്റവും വിശിഷ്ടമായ വിഭവം. എന്താ പറയുന്നത്? മരിച്ചവന് പിന്നെ എങ്ങനെ വിഭവം കൊടുക്കുക? കൊല്ലപ്പെട്ടവന് എങ്ങനെ വിഭവം കൊടുക്കുക? അത് പടച്ച റബ്ബെങ്കിലാ. അതാ പറഞ്ഞത്, എന്താണ്, നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ രക്തസാക്ഷികളെ സംബന്ധിച്ച് നിങ്ങൾ അവർ മരിച്ചവരാണെന്ന് പറയരുത്, അല്ലേ? ഖുത്തിലൂ ഫീ സബീലില്ലാഹി അംവാത. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വധിക്കപ്പെടുന്ന ആളുകളെ സംബന്ധിച്ച് മരിച്ചുപോയി എന്ന് പറയരുത്. ബൽ അഹ്യാഉൻ ഇൻദല്ലാഹ്, അവർ പടച്ച റബ്ബിൻ്റെ അടുക്കൽ ജീവിച്ചിരിക്കുന്നവരാണ്. യുർസഖൂൻ, അവരവിടെ വിശിഷ്ടമായ വിഭവങ്ങൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് പോയിട്ടേ ഉള്ളൂ. ഇവിടെ നമ്മളൊക്കെ നല്ല ആസ്വാദനത്തിലാണ്, അല്ലേ? അള്ളാഹ് ഈ ആസ്വാദനമൊന്നും അനുഭവിക്കാതെ പടച്ച റബ്ബിൻ്റെ മാർഗത്തിൽ വധിക്കപ്പെട്ട ആളുകൾ, അവർ പടച്ച റബ്ബ് അവിടെ സ്വീകരിച്ച് എല്ലാ റിസ്ക്കും കൊടുത്തുകൊണ്ടിരിക്കുക. ഇവിടെ ഇല്ല എന്നേ ഉള്ളൂ, അള്ളാഹുവിൻ്റെ അടുത്ത് ജീവിച്ചിരിക്കുകയാണ് അവർ. രക്തസാക്ഷികളെ സംബന്ധിച്ചാണ് പറയുന്നത്. അതേ പദവിയാണ് ഹിജ്റ ചെയ്തിട്ട് അവിടെ എത്തുന്നതിന് മുമ്പ് വധിക്കപ്പെട്ടാൽ, മരിച്ചു പോയാൽ പോലും, വധിക്കപ്പെടുന്നില്ല, മരിച്ചാൽ പോലും ഹിജ്റയിലൂടെ, അങ്ങനെ ഹിജ്റ ചെയ്ത സമയത്ത് യാത്ര ചെയ്ത് ക്ഷീണിച്ച് നടന്ന് തളർന്ന് മരണപ്പെട്ടു, വഴിയിൽ മരിച്ചു. പടച്ച റബ്ബ് പറയുന്നു, ലയർസുഖന്നഹുമുല്ലാഹു റിസ്ഖൻ ഹസന വ ഇന്നല്ലാഹ ലഹുവ ഖൈറുർ റാസിഖീൻ. ആരാ റാസിഖ്? അല്ലേ? പല രൂപത്തിലെ സൗകര്യമൊക്കെ ഞാൻ ചെയ്തു തരാൻ നമ്മൾ പറയുമല്ലോ. അള്ളാഹുവിനേക്കാൾ വലിയ സൗകര്യം ചെയ്യുന്നവൻ ആരാണ്? വല്ലാഹ് ഇന്നല്ലാഹ ലഹുവ ഖൈറുർ റാസിഖീൻ. നിശ്ചയമായിട്ടും അല്ലാഹു ഖൈറുർ റാസിഖീൻ, ഇങ്ങനെ വിഭവങ്ങൾ നൽകുന്ന, ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും നന്നായിട്ട് സൽക്കരിക്കുന്നവനാണ് അല്ലാഹു. ലഹുവ ഖൈറുർ റാസിഖീൻ ലയുദ്ഖിലന്നകും മുദ്ഖലൻ യർലൗന വ ഇന്നല്ലാഹ ലഅലീമുൻ ഹലീം. ലയുദ്ഖിലന്നഹും, അദ്ഖല പ്രവേശിപ്പിക്കുകയാണ്. ലയുദ്ഖിലന്നഹും, അവരെ പ്രവേശിപ്പിക്കും. ഈ മുഹാജിറുകളെ വധിക്കപ്പെട്ട അല്ലെങ്കിൽ മരണപ്പെട്ടു പോയ ഈ ആളുകളെ അവൻ പ്രവേശിപ്പിക്കും. മുദ്ഖലൻ, മുദ്ഖൽ എന്ന് പറഞ്ഞാൽ ഒരു പ്രവേശന സ്ഥലം, അവർക്ക് ചെന്നെത്താനുള്ള ഒരു സ്ഥലത്ത് അവൻ പ്രവേശിപ്പിക്കും. സ്വർഗമാണ്. യർലൗനഹുന, അവർ ആഗ്രഹിക്കുന്ന, അവർ കൊതിക്കുന്ന ആ കൊതി കൊണ്ടാണ് അവർ പോകുന്നത്. ഹിജ്റയുടെ വേളയിൽ പറയുന്നില്ലേ, എന്താ ഞങ്ങൾക്ക് പ്രതിഫലം? അവരെ സ്വീകരിക്കുന്ന മദീനയിലെ അൻസാരികളുടെ കൂട്ടത്തിൽ ഹസ്റജ് ഗോത്രത്തിൽ നിന്ന് അവരുടെ നേതാവ് ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ എന്ത് റിസ്ക്കും ഏറ്റെടുക്കാൻ സന്നദ്ധരാ. ആളുകൾ അവരോട് പറഞ്ഞു, നിങ്ങൾ കടുത്ത വല്ലാത്തൊരു അപകടത്തിലേക്കാണ് ചാടുന്നത് കേട്ടോ, നിങ്ങൾക്ക് ഇവിടെ സുരക്ഷിതരാ. ഇപ്പോൾ മുഹമ്മദിനെങ്ങാനും സ്വീകരിച്ചാൽ നിങ്ങൾ ലോകത്തോട് യുദ്ധം ചെയ്യേണ്ടി വരും, നിങ്ങളുടെ നേതാക്കൾ വധിക്കപ്പെടും, നിങ്ങളുടെ സമ്പത്ത് കൊള്ളയടിക്കപ്പെടും എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, അൻസാരികൾ പറഞ്ഞു, അതൊന്നും ഞങ്ങൾക്ക് പ്രശ്നമില്ല, ഞങ്ങൾക്കതൊന്നും പ്രശ്നമില്ല. ഞങ്ങൾ ഈ വാഗ്ദാനം പാലിച്ചാൽ, അഖബ ഉടമ്പടിയിലാണ് പറയുന്നത്, ഈ പ്രതിജ്ഞ പാലിച്ചാൽ, പ്രവാചകനെ സംരക്ഷിക്കും എന്ന് പാലിച്ചാൽ ഞങ്ങൾക്ക് എന്താ കിട്ടുക എന്ന് ചോദിച്ചു. അവിടെ പറഞ്ഞ മറുപടി സ്വർഗം. റസൂൽ കൊടുക്കുക മറുപടി, സ്വർഗമാണ് കിട്ടുക. അതാണ് അവരുടെ ആഗ്രഹം. അള്ളാഹു പറയുകയാണ്, പടച്ച റബ്ബിൻ്റെ മാർഗത്തിൽ വധിക്കപ്പെട്ട ആളുകൾക്ക് ഹിജ്റയിലൂടെ, ഹിജ്റ ചെയ്യുന്ന സന്ദർഭത്തിൽ കൊല്ലപ്പെടുകയോ അല്ലെങ്കിൽ മരണപ്പെടുകയോ ചെയ്ത ആളുകൾക്ക് അള്ളാഹു നൽകുന്ന പ്രതിഫലത്തെ സംബന്ധിച്ച് പറയുന്നു, അവരെ ലയുദ്ഖിലന്നഹും മുദ്ഖലൻ യർലൗനഹു, അവരെല്ലാവരും കൊതിക്കുന്ന, തൃപ്തിപ്പെടുന്ന ആ ഒരു പ്രവേശന സ്ഥലത്ത് അവരെ പ്രവേശിപ്പിക്കും. അതാണ് അവരുടെ അതിയായ ആഗ്രഹമായ സ്വർഗത്തിൽ. വ ഇന്നല്ലാഹ ലഅലീമുൻ ഹലീം, നിശ്ചയമായും അല്ലാഹു ലഅലീം, നേരത്തെ പറഞ്ഞല്ലോ അലീമുൻ ഹക്കീം എന്ന് അവിടെ പറഞ്ഞു അല്ലേ? കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയുന്നവനാണ് അല്ലാഹു. നന്നായിട്ട് അറിയാം ഓരോന്നും, എങ്ങനെ വേണം, എന്താണ് പറയേണ്ടത്, എന്തൊക്കെയാണ് ആളുകൾ വിശ്വസിക്കേണ്ടത്, അവരേത് രൂപത്തിൽ പ്രവർത്തിക്കും. പടച്ചോനാണ് അറിയുന്നവൻ. നമ്മൾ പലതും പറയും, അതങ്ങനെ ആക്കാം, എന്താ അപ്പം അങ്ങനെ പറയുന്നത്, അതൊക്കെ അക്കാലത്തല്ലേ നടക്കും, ഇക്കാലത്ത് പറ്റുക, എല്ലാ കാലത്തെ പറ്റി അറിയുന്നവൻ അല്ലാഹുവാണ്. അലീം, ഹലീമാണ്. രണ്ടാമത് ഉപയോഗിച്ചിരിക്കുന്ന പദം ഇവിടെ ഹലീം എന്നാണ്. നേരത്തെ ഹക്കീം എന്ന് ഉപയോഗിച്ചു, ഇവിടെ ഹലീം. ഹലീം എന്ന് പറഞ്ഞാൽ പിന്നെ അല്ലാഹു ക്ഷമാശീലനാണ്, സഹനശീലനാണ്, സഹിഷ്ണുതയോടുകൂടി കാര്യങ്ങളെ കാണുന്നവനാണ് എന്നൊക്കെ പറയാം. ഹലീം,
സഹനശീലനാണ്. എന്താ ഹലീം ഇവിടെ ഉദ്ദേശിക്കുന്നത്? ആളുകളൊക്കെ പല ജാതി തെറ്റും വിഡ്ഢിത്തങ്ങളും ചെയ്യും പല രൂപത്തിൽ. ആ തെറ്റുകളുടെ പേരിൽ ഉടനെ തന്നെ അവർ പിടിക്കുന്നില്ല, പുറത്തു കൊടുക്കുക. ല ഹലീം, ഏറെ ക്ഷമാലുവാണ് അല്ലാഹു, അങ്ങേയറ്റം സഹനമുള്ളവനാണ് അല്ലാഹു. നമ്മൾ വെറുക്കൂല. നമ്മളോട് നമ്മുടെ മക്കൾ, നമ്മുടെ ബന്ധുക്കൾ, നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ സഹപ്രവർത്തകരൊക്കെ എന്തെങ്കിലും ചെയ്താൽ എന്താടാ അങ്ങനെ ചെയ്തെന്ന് ചോദിക്കൂലേ? പിന്നെ പിടിക്കില്ല, നമ്മൾ ശിക്ഷിക്കൂലേ? ഇനി മേലല്ല അങ്ങനെ ചെയ്ത് അങ്ങനെ ആക്കൂ. എത്രയാ നമ്മൾ ചെയ്യുന്നത്? അല്ലാഹു ഹലീമായതുകൊണ്ടാണ് നിൽക്കാൻ പറ്റുന്നത്. അല്ലാഹു ഏറെ സഹിക്കുന്നവനാണ്, സഹനശീലനാണ്. അതുകൊണ്ട് അങ്ങേയറ്റം വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്, പൊറുക്കുകയാണ്. അങ്ങനെയുള്ളവനാണ് അല്ലാഹു. വല്ലാഹു ഇന്നല്ലാഹ ല അലീമുൻ ഹലീം. പടച്ചറബ് അലീമാണെന്ന് അവിടെ പറയാനുള്ളൊരു കാര്യം കൂടിയുണ്ട്. ഇവിടെ നമ്മൾ പറഞ്ഞു ഈ മുഹാജിർ ഹിജറ ചെയ്യുന്ന സന്ദർഭത്തിൽ മരണപ്പെട്ടാൽ എന്ന്, അല്ലേ? അല്ലാഹു അറിയുക എന്താണെന്നറിയോ? പുറത്തുള്ള കാര്യം മാത്രമല്ല അറിയാം. നമ്മുടെ അറിവ് എങ്ങനെയാണ്? നമ്മൾ ഹിജറ പോകുന്ന കണ്ടിട്ടുണ്ട്, അപ്പോൾ അയാൾ ശരിക്കുള്ള മുഹാജിറല്ലേ നമ്മൾ വിചാരിക്കുക. പോകുന്നവൻ്റെ മനസ്സിൽ എന്താ ഉള്ളത്? അവിടെ പോയിട്ട് എനിക്ക് നല്ലൊരു കല്യാണം കഴിക്കണം എന്നാ, അല്ലെ അവിടെ പോയിട്ട് എനിക്ക് നല്ല വേറെ കച്ചവടം തുടങ്ങണം. അത് അള്ളാഹ്ക്കറിയാം. അവിടെ ഈ ആയത്തിന് ഇതാണത്. അള്ളാഹു നന്നായിട്ട് അറിയുന്നവനാണ്. അതുകൊണ്ട് യഥാർത്ഥ ഉദ്ദേശം വെച്ചിട്ട് പടച്ചറമ്പിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് സ്വർഗം പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്താൽ അള്ളാഹു അതറിയും. ആ അറിയുന്ന അള്ളാഹു പ്രതിഫലം നൽകും. ല അലീമുൻ ഹലീം. വീഴ്ചകളൊക്കെ അള്ളാഹു പൊറുക്കും. ഇതാണ് ആഗ്രഹമെങ്കിൽ ആ ആഗ്രഹം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ സംഭവിക്കുന്ന വീഴ്ചകളുണ്ടല്ലോ, പലതരത്തിൽപ്പെട്ട അബദ്ധങ്ങളും തെറ്റുകളും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതൊക്കെ പൊറുക്കുന്നവനാണ് അള്ളാഹു. അലീമുൻ ഹലീം എന്നാണ് 59 വരെയുള്ള ആയത്തുകളാണ് നമ്മളിപ്പോൾ ഇവിടെ പാരായണം ചെയ്തിരിക്കുന്നത്, പഠിച്ചിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഇതിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, സത്യവിശ്വാസത്തിൽ നിന്ന് ആളുകളെ വഴിതെറ്റിക്കുവാൻ വേണ്ടി പൈശാചികമായ കുതന്ത്രങ്ങൾ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. പ്രവാചകന്മാർ ആരൊക്കെ വന്നു, നേരത്തെ റസൂൽ നബി എന്നതിനെ സംബന്ധിച്ച് പറഞ്ഞു. മുമ്പ് ഒരിക്കലും നമ്മൾ വിശദീകരിച്ചാണ്. സൂറത്ത് മറിയമിലെ 19-ാമത്തെ ആയത്ത് പറഞ്ഞപ്പോൾ അത് പറഞ്ഞിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടൊരു വിവേചനം പറയാൻ സാധ്യമല്ല. ഒന്നാമത് മനസ്സിലാക്കേണ്ടത്, ഇന്ന ആളാണ് റസൂൽ, ഇന്ന ആൾ നബി എന്നും പറയാൻ കഴിയില്ല. ഒന്ന്, പ്രത്യേകിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു പ്രത്യേകത എന്ന് പറയുന്നത്, അള്ളാഹു അയച്ച സകല പ്രവാചകന്മാർ എല്ലാവരും നബിമാരാണ്, അമ്പിയാക്കളാണ്, നബിമാരാണ്. പക്ഷേ എല്ലാവരും റസൂലല്ല. അത് സവിശേഷമാണ്. റസൂൽ എന്ന് പറയുമ്പോൾ കിതാബ് നൽകപ്പെട്ടവൻ എന്നൊരു വിശദീകരണം കൊടുക്കുന്നുണ്ട്. അത് കൃത്യപ്പെട്ട ഒരു സംഗതിയൊന്നുമല്ല, കിതാബ് നൽകപ്പെട്ടവൻ എന്ന് പറയാറുണ്ട്. പക്ഷേ ഇത് ഉറപ്പാണ്, എല്ലാവരും നബിമാരാണ്. പക്ഷേ എല്ലാ നബിമാരും റസൂലല്ല. എല്ലാ റസൂലും നബിമാരാണ്, എല്ലാ നബിമാരും റസൂലല്ല. റസൂൽ എന്ന് പറയുന്നത് സവിശേഷമായൊരു സംഗതിയാണെന്ന് മനസ്സിലാക്കുക. മറ്റേ ജനറലാണ്, സാമാന്യമായിട്ട് പറയുന്നതാണ് നബി എന്ന്. റസൂൽ എന്ന് പറയുന്നത് സവിശേഷമായ ഒരു സംഗതിയാണെന്ന് ആ സമയത്ത് മനസ്സിലാക്കി. അപ്പോൾ എല്ലാ പ്രവാചകന്മാരും ഇത് ഭയങ്കര രൂപത്തിൽ എതിർപ്പുകൾ അനുഭവിച്ചിട്ടുണ്ട്. അന്നുണ്ട്, ഇന്നുണ്ട്, എന്നും ഉണ്ടാവും. സത്യത്തിൻ്റെ വഴിയിൽ പലതരത്തിൽപ്പെട്ട പ്രതിബന്ധങ്ങൾ ഇടങ്കോലിടാൻ ശത്രുക്കൾ സദാ ജാഗരൂകരാണ്. അവരിട്ടോട്ടെ, അള്ളാഹു അനുവദിച്ചു കൊടുക്കുക. എന്തിനങ്ങനെ ഇടുന്നത്? അവർ തടസ്സപ്പെടുത്തുന്നത്. അത് തടസ്സപ്പെടുത്തുമ്പോഴാണ് രണ്ട് കാര്യം തിരിയണം. ഒന്ന്, കുറേ രോഗികളുണ്ട്, ഹൃദയത്തിൽ രോഗം പിടിച്ച ആൾക്കാർ, നിഫാക്ക്, ഭയങ്കര ഭൗതിക പൂജ, ഇതും കൊണ്ടടക്കും മറ്റൊന്നും വേണം, രണ്ടും വേണം. അങ്ങനത്തെ ആൾക്കാരൊക്കെ അക്കൂട്ടത്തിലായിട്ട് പോയിക്കോളും. പറയണല്ലോ, അവർക്ക് അവരുടെ കാപ്പട്ടി ഉണ്ടല്ലോ, അതിന് തണലാണത്. രണ്ടാമത്തത്, സത്യവിശ്വാസികൾക്ക് ഞങ്ങളുടെ വിശ്വാസം, ഈ പ്രഖ്യാപിക്കുന്ന വിശ്വാസമാണ് ഏറ്റവും സത്യസന്ധമായതെന്ന് ഉറപ്പ് വരണം. ആ ഉറപ്പ് വരുള്ളൂ അപ്പോഴാണ്. വിശ്വാസത്തെ എതിർപ്പും കാര്യമൊന്നുമില്ല, നമ്മളിങ്ങനെ ഒഴുക്കിനൊത്ത് പോവില്ലേ, എതിർപ്പുണ്ടാവുമ്പോൾ ഉഷാറാവുക. അത് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, സത്യവിശ്വാസികൾക്ക് നൽകുന്ന പ്രതിഫലത്തെ സംബന്ധിച്ച് നിഷേധികൾക്ക് നൽകുന്ന നരകത്തെ സംബന്ധിച്ചും സൂചിപ്പിക്കുകയുണ്ടായി. മാത്രമല്ല ഒരു കാര്യം കൂടി പറഞ്ഞു, ഈ സത്യനിഷേധികൾ കാലാകാലവും അന്ത്യനാൾ വരെ അവരുടെ പ്രശ്നം തീരൂല, അവരുടെ ഡൗട്ട്, അവരുടെ സംശയം അവസാനിക്കുകയില്ല. ആ സംശയത്തിൽ അവർ തുടർന്നുകൊണ്ടേയിരിക്കുമെന്ന് കൂടി പറഞ്ഞു. പടച്ചറബ് വിശുദ്ധ ഖുർആൻ ഏറ്റവും ശരിയായ രൂപത്തിൽ മനസ്സിലാക്കുവാനും നമ്മുടെ സഹോദരങ്ങൾക്ക്, ഈ ലോകത്തിന് അത് പ്രചരിപ്പിച്ചു കൊടുക്കുവാൻ നമ്മയൊക്കെ തുണക്കുമാറാവട്ടെ. നാളെ നിൻ്റെ മുമ്പിൽ ഹാജരാവുന്ന സന്ദർഭത്തിൽ ഈ ഖുർആൻ്റെ അനുകൂലമായ ശുപാർശ ലഭിക്കുന്ന, ശഫാഅത്ത് ലഭിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഞങ്ങൾ നീ ഉൾപ്പെടുത്തണമേ നാഥ. ഖുർആനെതിരായി സാക്ഷി പറയുന്ന ഹതഭാഗ്യരിൽ നിന്ന്, ഭാഗ്യഹീനരിൽ നിന്ന് ഞങ്ങളൊക്കെ നീ കാത്ത് രക്ഷിക്കണമേ റബ്ബേ.
പടച്ചറബേ, ഞങ്ങളുടെ കൂട്ടത്തിൽ പലതരത്തിൽപ്പെട്ട രോഗങ്ങൾ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന ഒട്ടേറെ ആളുകളുണ്ട്. ക്ലാസ്സിൽ പങ്കെടുക്കുന്ന പലരും പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പനി ബാധിച്ചൊക്കെ പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. റഹ്മാൻ റബ്ബേ, രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഞങ്ങളുടെ മുഴുവൻ സഹോദരങ്ങൾക്ക്, സഹോദരിമാർക്ക് എല്ലാവർക്കും ആശ്വാസം നൽകണമേ നാഥ. ആരോഗ്യവും ആയുസ്സും ഈമാനും അവർക്ക് നീ വർദ്ധിപ്പിക്കണമേ റബ്ബേ. മാരകമായ രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെല്ലാം നീ കാത്ത് രക്ഷിക്കണമേ റബ്ബേ. നീ നൽകിയ ആയുസ് അത്രയും ഏറ്റവും നല്ല രൂപത്തിൽ നിൻ്റെ ഇഷ്ടം സമ്പാദിക്കുന്ന വിധത്തിൽ ഉപയോഗിക്കുവാൻ ഞങ്ങൾ നീ തുണയ്ക്കണമേ നാഥ. റഹ്മാൻ റബ്ബേ, പടച്ചറബേ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഓരോ ദിവസവും പലരെയായി നീ തിരിച്ചു വിളിക്കുന്നുണ്ട്. നിന്നിലേക്ക് യാത്രയായവരുടെ കൂട്ടത്തിൽ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട പലരും ഉണ്ട്. റഹ്മാൻ റബ്ബേ, അവർക്കൊക്കെ ബർസഖിയ ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കണമേ അല്ലാ. അവരെയും ഞങ്ങളെയും നിൻ്റെ ജന്നാത്തു നഈമിൽ സമ്മേളിപ്പിക്കണമേ നാഥ. ഞങ്ങളുടെ ഇണകളിൽ നിന്നും ഞങ്ങളുടെ മക്കളിൽ നിന്നും കൺകുളിർമ പ്രദാനം ചെയ്യണമേ റബ്ബേ. സ്വാലിഹികളായ മക്കളെ നൽകി ഞങ്ങൾ നീ അനുഗ്രഹിക്കണമേ നാഥ. അല്ലാഹു, ഈ ദീനിൻ്റെ ഇസ്സത്ത് ഉയർത്തിപ്പിടിക്കുന്ന നല്ല മാതൃകാ കുടുംബജീവിതം നയിക്കുവാൻ ഞങ്ങൾ നീ തുണക്കണമേ നാഥ. അല്ലാഹു, ഞങ്ങളോട് കരുണ കാണിക്കുന്ന സത്യസന്ധരായ നീതിമാന്മാരായ നല്ല ഭരണാധികാരികൾ നൽകി ഞങ്ങൾ നീ അനുഗ്രഹിക്കണമേ നാഥ. അതിക്രമകാരികളായ അഴിമതിയുടെയും അധർമ്മത്തിൻ്റെയും വംശീയതയുടെയും വക്താക്കളായ മുഴുവൻ മർദ്ദക ഭരണകൂടങ്ങളിൽ നിന്ന് ഞങ്ങളുടെ എല്ലാ നാടുകളെയും നീ മോചിപ്പിക്കണമേ റബ്ബേ. പടച്ചറബേ, ഞങ്ങളുടെ സഹോദരങ്ങൾ ഗസയുടെ മണ്ണിൽ അതിക്രൂരമായ രൂപത്തിൽ പീഡിപ്പിക്കപ്പെടുകയാണ്. നിരന്തരമായി അവർ പല രൂപത്തിലുള്ള പീഡനങ്ങൾക്ക് ഇരയായിക്കൊണ്ടിരിക്കുകയാണ്. റഹ്മാൻ റബ്ബേ, അവർക്ക് നീ സ്ഥൈര്യം നൽകണം നാഥ. ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് സ്ഥൈര്യവും സ്വബറും വിജയവും നൽകി നീ അനുഗ്രഹിക്കണമേ നാഥ. അല്ലാഹു, അവർ നടത്തുന്ന പോരാട്ടത്തെ നീ വിജയിപ്പിക്കണമേ റബ്ബേ. മസ്ജിദുൽ അഖ്സയുടെ സംരക്ഷണത്തിന് വേണ്ടി പൊരുതിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ നീ സഹായിക്കണമേ നാഥ. അല്ലാഹു, ഇവരുടെ പ്രയാസങ്ങൾ ദൂരീകരിച്ചു കൊടുക്കണമേ നാഥ. അവരെ നിഷ്കാസനം ചെയ്യുവാൻ വേണ്ടി, ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടി നടത്തുന്ന ശത്രുക്കളുടെ എല്ലാ കുതന്ത്രങ്ങളും നീ പാഴാക്കി കളയണമേ റബ്ബേ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈന ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബന ളലംന അൻഫുസന വഇല്ലം തഗ്ഫിർ ലനാ വതർഹംന ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനഗ്ഫിർ ലനാ ദുനൂബന വലിഇഖ്വാനിന അല്ലദീന സബഖൂന ബിൽ ഈമാൻ വലാ തജഅൽ ഫീ ഖുലൂബിന ഗില്ലൽ ലില്ലദീന ആമനു റബ്ബന ഇന്നക റഊഫുർ റഹീം. അല്ലാഹുമ്മ ആതി നുഫൂസന تقواها وزكها أنت خير من زكاها أنت وليها ومولاها يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.